മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരള ഗവൺമെന്റ് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറയുകയുണ്ടായി. വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു അത്. ഏതായാലും കേരള ഗവൺമെന്റ് അത് ചെയ്യുമെന്ന് തോന്നണില്ല. കാരണം അന്ധവിശ്വാസവും ദുരാചാരവും എന്താണെന്ന് അറിയാത്തവര്, സദാചാരത്തെയും സദ്വിശ്വാസത്തെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിവില്ലാത്തവര് എപ്പോഴെങ്കിലും ഏതാണെന്ന് അറിയാത്ത ഒന്നിനെ തീർച്ചയായിട്ടും നിരോധിക്കാൻ മുമ്പോട്ട് വരില്ല. എന്നാലും സാവധാനത്തിലാണെങ്കിലും നിരോധിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പുകവലി നിരോധിക്കാൻ വേണ്ടി സാവധാനത്തിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ നിരോധിച്ചതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അശ്ലീല പാട്ടുകൾ ഒരു 2-3 ക്ഷേത്രങ്ങളിലുണ്ട്. അത് ഡിസ്കറേജ് ചെയ്തിട്ട് നിരോധിക്കാൻ സാധിക്കില്ല ഇവർക്കാർക്കും. അതുപോലെ കോഴിയെയും ആടിനെയും അറക്കുന്ന ചില ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ദുർമന്ത്രവാദം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിരോധിക്കേണ്ടതാണ്. ധനാകർഷണ ഭൈരവ യന്ത്രം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരം നിരോധിക്കേണ്ടതാണ്. അത് നിരോധിക്കാൻ സാധിക്കും. വളരെയധികം യുക്തിവാദം പ്രചരിപ്പിക്കുന്ന ഒരു ചാനലാണ് MV രാഘവന്റെ മകൻ നികേഷിന്റെ ആണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനലിൽ ശരിക്കൊരു യുക്തിവാദിയുടെ ചാനലാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഹിന്ദു ധർമ്മത്തെ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും അവഹേളിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടറിൽ ഇന്നലെ 1/2 മണിക്കൂർ സരസ്വതി വിഗ്രഹവും പിന്നെ ഏതെല്ലാമോ മേരു യന്ത്രവും എല്ലാം അഡ്വർടൈസ്മെന്റിലൂടെ 1/2 മണിക്കൂർ കാണിക്കുകയുണ്ടായി. അത് വീട്ടിൽ വെച്ച് ആ ധനം വരും, ഐശ്വര്യം വരും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, സ്വർണ്ണ നാണയം ഇങ്ങനെ വീഴുന്നതെല്ലാമാണ് അഡ്വർടൈസ്മെന്റായിട്ട് കാണിച്ചത്. അന്ധവിശ്വാസത്തിനെതിരെയും ദുരാചാരത്തിനെതിരെയും പ്രവർത്തിക്കുന്നവരുടെ ചാനലിൽ തന്നെ 1/2 മണിക്കൂർ 30,000-ഓ 35,000-ഓ രൂപ അഡ്വർടൈസ്മെന്റ് ഫീസായിട്ട് വാങ്ങിച്ച് നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കാം. നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെങ്കിലും അല്ലാത്തതിനും വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത്രയും അഡ്വർടൈസ്മെന്റും അതുപോലെ ഏഷ്യാനെറ്റിലും ബാക്കി എല്ലാ സ്ഥലത്തും വലംപിരി ശങ്കിന് വെറും 2,999 രൂപ എന്ന് പറഞ്ഞ് തനി വൈറ്റ് സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയ പച്ചക്കള്ളം തനി കള്ളപ്രചരണം നടത്തിയിട്ട് അതെല്ലാം അഡ്വർടൈസ്മെന്റിലൂടെ പ്രചരിപ്പിക്കുകയും ഈ ജ്യോതിഷം മുഴുവനും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ അതേ നികേഷ് ഈ ജാതകം അതാത് ദിവസം പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ TV-യിലൂടെ കാണുകയുണ്ടായി. അതെല്ലാം നിരോധിക്കണം. അതാണ് നിരോധിക്കേണ്ടത്. ജ്യോതിഷത്തെക്കുറിച്ച് നിരോധിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറയുന്ന ശുദ്ധ അബദ്ധ ജടിലമായ ജ്യോതിഷം, യഥാർത്ഥ ജ്യോതിഷം അതുമായിട്ട് ഒരു ബന്ധമില്ല. വലംപിരി ശംഖ് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. വൈറ്റ് സിമന്റ് കൊണ്ട് മെഷീൻ ഉപയോഗിച്ച് യന്ത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന വലംപിരി ശംഖ് ഐശ്വര്യം വന്നു എന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യുന്ന കുറെ സുന്ദരികളായ സ്ത്രീകളെയും സിനിമാ നടന്മാരെയും വ്യവസായ പ്രമുഖന്മാർക്കും ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അഡ്വർടൈസ്മെന്റിന് അവർ നിന്നുകൊടുക്കുന്നത്. അതെല്ലാം നിരോധിക്കണം. അവിടെ കൊണ്ട് ഈ നിരോധിക്കൽ അവസാനിപ്പിക്കരുത്. ഈ സംഗീത വിരുന്നും ദൈവീക ശുശ്രൂഷയും എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് മുടന്തൻ നടക്കുന്നു, അന്ധൻ കാണുന്നു, ബദിരൻ കേൾക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നടത്തുന്ന ആ അന്ധവിശ്വാസമാണ് പട്ടാപ്പകല് ആയിരക്കണക്കിന് വ്യക്തികളെ, ഹിന്ദുക്കൾ ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്യുന്നതായ ദുരാചാരവും അന്ധവിശ്വാസവും. ഒരേ പയ്യൻ, ഒരേ ചെറുപ്പക്കാരൻ 11 വയസ്സായിട്ടുള്ള ആള് ഒരു സ്ഥലത്ത് വലിയ സുവിശേഷം നടക്കുമ്പോൾ അയാൾ മരിച്ചു എന്ന് പറഞ്ഞ് അയാളുടെ ഡെഡ് ബോഡി അച്ഛനും അമ്മയും നെഞ്ചത്തടിച്ച് കരഞ്ഞ് ആ സ്റ്റേജിൽ കൊണ്ടുവയ്ക്കുന്നു. എൻ്റെ മകൻ മരിച്ചു കർത്താവേ, എൻ്റെ മകൻ മരിച്ചു കർത്താവേ എന്ന്. അപ്പോ
വളരെ വളരെ ലാഘവത്തോടു കൂടി സുവിശേഷ പ്രസംഗകൻ നടത്തുന്ന മിമിക്രിയിൽ ഇയാളെ കർത്താവെ യേശുവേ യേശുവേ ഇറങ്ങി വരൂ ഇവനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി പതുക്കെ എഴുന്നേൽക്കുന്നു. അങ്ങനെ മരിച്ചവൻ എഴുന്നേൽക്കുന്നു. യേശുക്രിസ്തുവും അങ്ങനെ തന്നെയാണ് ചെയ്തതെന്ന് ലൂക്കിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ബോധം കെട്ട് വീണ യേശുക്രിസ്തു കല്ലറയ്ക്കുള്ളില് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നീട് എഴുന്നേറ്റ് വന്നതായിട്ടാണ് പറയാം. മരിച്ച യേശുക്രിസ്തു ലോകത്തിൽ ഒരിക്കലും തിരിച്ച് ജനിക്കുമൊന്നുമില്ല. ഈ കുട്ടിയും അങ്ങനെ തന്നെ മരിച്ചു എന്ന് കാണിച്ച് പുനർജനിപ്പിച്ച് അത് വലിയ വിശ്വാസം ഉണ്ടാക്കുക. അടുത്ത സുവിശേഷ സ്ഥലത്ത് ഇതേ കുട്ടി ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഷർട്ടും ട്രൗസറും മാറിയിട്ട് അതേ കുട്ടി വീണ്ടും മുടന്തനായിട്ട് അഭിനയിക്കുന്നു. എന്നിട്ട് മുടന്ത് മാറുന്നു. എന്നിട്ട് ബദിലനായിട്ട് അഭിനയിക്കുന്നു, അത് മാറുന്നു. ഇങ്ങനെ 1, 2, 3 കുട്ടികളെ വിളിച്ച് നിരന്തരം അവർ മരിക്കുകയും നിരന്തരം സംഗീത വിരുന്നും ദൈവിക ശുശ്രൂഷയും നടത്തി അവരെ പുനരുജ്ജീവിപ്പിക്കുകയും അവരുടെ രോഗം മാറ്റുകയും ചെയ്യുന്നത് ആദ്യം നിരോധിക്കണം. അതാണ് പട്ടാപ്പകല് നടത്തുന്ന കൊള്ള, ചതി, വഞ്ചന, പറ്റിക്കല്. ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും സത്യവും യുക്തിയും ആവില്ല. എന്തെല്ലാം തരത്തിലുള്ള നീചകർമ്മങ്ങളിലൂടെയാണ് ശരിക്ക് ഈ മതപരിവർത്തനം നടത്തുന്നത്. യേശുക്രിസ്തുവിന്റെ ഒരു രൂപം മരത്തിലുണ്ടാക്കി, കൃഷ്ണന്റെ രൂപം ലോഹത്തിലുണ്ടാക്കി, ഇത് രണ്ടും പാവപ്പെട്ട ആദിവാസികളുടെ മുമ്പില് കുളത്തിലോ കിണറ്റിലോ വെള്ളത്തിലോ ഇട്ട് സത്യമുള്ള ദൈവം ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞ് മരത്തിലുണ്ടാക്കിയ യേശു മുകളിൽ നിൽക്കുകയും വെള്ളത്തിന് മുകളിൽ നിൽക്കുകയും ലോഹം കൊണ്ട് ഉണ്ടാക്കിയ കൃഷ്ണൻ മുങ്ങിപ്പോവുകയും ചെയ്തു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഹിന്ദു, ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടി വന്നിരുന്ന ഹിന്ദു പറഞ്ഞു, ഇത് ശ്രീകൃഷ്ണൻ സത്യമുള്ള ദൈവമല്ല, യേശു ക്രിസ്തുവാണ് സത്യമുള്ള ദൈവമെങ്കിൽ ഇത് രണ്ടും തീയിലിട്ടാൽ ഏതാണോ നിലനിൽക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞ് ലോഹത്തിന്റെ കൃഷ്ണനെയും മരത്തിന്റെ യേശുക്രിസ്തുവിനെയും തീയിലിട്ടപ്പോ യേശുക്രിസ്തുവിന്റെ രൂപം കത്തിപ്പോയതായിട്ട് പറയാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഇങ്ങനെയുള്ള ചതിയിലൂടെ വഞ്ചനയിലൂടെ മാത്രം മതപരിവർത്തനം നടത്തിയ ആ അന്ധവിശ്വാസത്തെയും ദുരാചാരത്തെയും രമേശ് ചെന്നിത്തല നിരോധിക്കാൻ വേണ്ടി മുമ്പോട്ട് വരണം. തീർന്നില്ല. ദൈവത്തിന്റെ പേരില് ബക്രീദിന്റെ അന്ന് 17 കോടി ആടുകളെയാണ് കൊല്ലുന്നത്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മൗലവിമാര്, മദ്രസയിലെ അധ്യാപകര് കുട്ടികളെ ഈ പ്രാകൃതമായിട്ടുള്ള അറേബ്യയിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി എഴുതിയ ആ ഗ്രന്ഥം ഇവിടെ പ്രചരിപ്പിച്ച തീവ്രവാദവും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്നതും ഓരോരുത്തരുടെ റോഡിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഈ ശവക്കല്ലറ അതിൽ വിളക്ക് കത്തിച്ച് അതിൽ പൂജിക്കുന്നതും എല്ലാം ഒന്ന് നിരോധിക്കണം. മുഹമ്മദ് നബിയുടെ തിരുമുടിയാണെന്നും പറഞ്ഞ ആ മുടി വെള്ളത്തിൽ മുക്കി അത് തീർത്ഥമായിട്ട് 50 രൂപയ്ക്ക് കൊടുക്കുന്നതും നിരോധിക്കണം. അങ്ങനെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും നിരോധിക്കാൻ തയ്യാറായാൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രണ്ടുപേരും ആ കസേരയിലുണ്ടാവില്ല. ഒരുപക്ഷെ ഹിന്ദുക്കളുടെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നിരോധിച്ചാൽ അവർക്ക് വലിയ കോട്ടമൊന്നും വരില്ല. അതേപോലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കൂടി നിരോധിക്കണമെന്ന് ഈ അന്ധവിശ്വാസവും ദുരാചാരവും എന്താണെന്ന് ആദ്യം ഗോപാലകൃഷ്ണൻ വന്നിട്ട് രമേശ് ചെന്നിത്തലയെ പഠിപ്പിച്ചതിന് ശേഷമേ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടാവും. അല്ലെങ്കിൽ പല പരിപാടികളും ആരംഭിച്ച് അവസാനം ഒന്ന് മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ക്രിസ്ത്യാനികൾ ഹിന്ദു ധർമ്മത്തിലേക്ക് മതപരിവർത്തനം നടത്താതിരിക്കാൻ 5 കോടി മുതൽക്ക് 15 കോടി രൂപ വരെ മാറ്റിവെച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു കമ്മീഷനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മീഷന്റെ പ്രവർത്തനം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആയതുകൊണ്ട് അത് ഭംഗിയായിട്ട് ഇപ്പൊ നടക്കുന്നു. ബാക്കി ഒന്നും നടക്കുന്നില്ല. കേരള ഗവൺമെന്റിന്റെ പരിപാടികൾ അതേപോലെ ഇത് നടക്കില്ല. ബീവറേജസ് കോർപ്പറേഷന്റെ അവസ്ഥ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മദ്യ നിരോധനത്തിന്റെ അവസ്ഥ തന്നെ ആയിരിക്കും ഈ അന്ധവിശ്വാസ നിരോധനത്തിനും എന്ന് ഓർമ്മിപ്പിക്കാം. ഏതായാലും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളില്ല. അത് വിവരിച്ചു കൊടുക്കുന്ന രീതിയിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും അംഗീകരിപ്പിക്കുന്ന രീതിയിലും കുറെ അന്ധവിശ്വാസങ്ങളുണ്ടെങ്കിലും
അതിൻ്റെ യഥാർത്ഥം പറഞ്ഞു കൊടുത്താൽ ഒരു അന്ധവിശ്വാസവും അതിനകത്തില്ലെന്ന് മാത്രമല്ല, മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാനവരാശിക്കും സർവചരാചരങ്ങൾക്കും ശാശ്വതമായ നന്മ വരുത്താനുള്ളത് മാത്രമാണ് അതിനകത്തുള്ളതെന്ന് കൂടി രമേശ് ചെന്നിത്തലയെ അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.